Hi guys. Okay, so what I was saying, നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ഈ പുറത്തൊക്കെ താമസിക്കുമ്പോൾ വീട്ടിലെ സാധനങ്ങളൊക്കെ മിസ് ചെയ്യില്ല. വീട്ടിലെ സാധനങ്ങൾ, അച്ചാറ്, ഫുഡ്. ഞാനിപ്പോൾ ആക്ച്വലി കേരളത്തിലല്ല, നാട്ടിന് പുറത്താണ്. അപ്പം ഇവിടെ ഞാനിപ്പോൾ ഉള്ള സ്ഥലത്ത് എവിടെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഞാൻ ഉള്ള സ്ഥലത്ത് ഭയങ്കര തണുപ്പാണ് ഇപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ കിട്ടിയ ഭയങ്കര സന്തോഷമാവത്തില്ലേ. നമ്മുടെ വീട്ടിലുകാർക്കും ഒരു സന്തോഷമാണല്ലേ. വീട്ടിൽ നിന്ന് പാഴ്സൽ വരുമ്പോൾ എന്ത് സുഖമാണല്ലേ, എന്തൊരു മനസ്സുഖമാണ് വീട്ടിൽ നിന്ന് സാധനങ്ങൾ കിട്ടുക. അല്ലെങ്കിൽ നാട്ടിലെ സാധനങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ മിസ് ചെയ്തിരിക്കുകയായിരിക്കും. നാട്ടിലെ അപ്പം, പുട്ട്. വീട്ടിൽ നമ്മളൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ എന്ത് മടിയല്ലേ. പുട്ടുണ്ടാക്കുമ്പോൾ ഞാനാണെങ്കിൽ മിക്കപ്പോഴും വീട്ടിൽ പറയും എന്നും പുട്ടാണല്ലോ. ഒരു വാഴ കുലച്ചാൽ ആ പഴം തീർന്നത് വരെ എൻ്റെ വീട്ടിൽ പുട്ടും ഉപ്പുമാവൊക്കെ ആയിരിക്കും. അപ്പം അത് എല്ലാവരുടെയും വീട്ടിലും മേബി അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ആ പുട്ടും അപ്പവും ഇഡ്ഡലി, അച്ചാറ്, നമ്മുടെ നാട്ടിലെ അച്ചാറ്, മാങ്ങ അച്ചാറ്, അല്ലെങ്കിൽ എന്താ അച്ചാറ്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ അതിൻ്റെയൊക്കെ വാല്യൂ നമ്മളെപ്പോഴും അറിയണമല്ലോ. നമ്മൾ ആ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴേക്കായിരിക്കും അതിൻ്റെ വാല്യൂ മനസ്സിലാവുന്നത്. അങ്ങനെ തന്നെ ഞാനിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു എൻ്റെ വാല്യൂ. അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് എനിക്ക് കുറേ പാഴ്സൽ വന്നിട്ടുണ്ട്. അങ്ങനെ വീട്ടിൽ മാറി നിൽക്കുമ്പോൾ പാഴ്സലൊക്കെ വരുമ്പോൾ ഒരു സുഖമാണ്, ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് വന്ന ഒരു പാഴ്സൽ. ഞാൻ ആ പാഴ്സൽ ഞാനിപ്പോൾ നാട്ടിലല്ല, ഞാൻ ഈ സ്ഥലമൊന്നും പറയുന്നില്ല, ബട്ട് നാട്ടിൽ നിന്ന് പുറത്താണ്. ഓക്കെ, എനിക്കിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് പാഴ്സൽ വന്നാൽ സോ എക്സൈറ്റഡ് ആൻഡ് ഹാപ്പി. അത് പൊട്ടിക്കാൻ വേണ്ടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാഴ്സലൊക്കെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടും ഞാൻ ഹാപ്പി ആവും. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു അത് ചുമ്മാ ഇന്നെനിക്ക് വീക്ക് ഓഫ് ആണ്, എന്തെങ്കിലും പോകേണ്ട, ഐ എം ടോട്ടലി ഫ്രീ. ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര നോയ്സ് ഉണ്ടാവുന്നുണ്ട്, അപ്പോൾ ആരും എന്തൊക്കെ വിട്ടിട്ട് പോകണം. അപ്പോൾ ഐ എം ടോട്ടലി ഫ്രീ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചുമ്മാ വ്ളോഗ് ചെയ്യാണ്. ഓക്കെ, ഞാനൊരു പ്രൊഫഷണൽ വ്ളോഗറോ അല്ലെങ്കിൽ ഒരു സംഭവം കേട്ടോ. It's too heavy. This is my parcel. Yeah. So ഇതാണ് എൻ്റെ പാഴ്സൽ. So let's open this parcel. ആദ്യം തന്നെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിലുള്ളത്. വെരി ബിഗ് പാഴ്സൽ ആക്ച്വലി. ഐ ഡോണ്ട് നോ ഞാനിപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്, ബട്ട് വാട്ട് എവർ ഇറ്റ് ഇസ്, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വ്ളോഗ്. എന്തൊക്കെയൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട്. എള്ളുണ്ട ആൻഡ് കുറേ സ്റ്റഫ്സ് ആണ് there. സോ ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ലെറ്റ് മീ റിമൂവ് ദിസ്. കുറേ സാധനങ്ങൾ ഇവിടെ കിട്ടുന്ന കുറേ സാധനങ്ങളുണ്ട്. ഓക്കെ, കമാ. അപ്പോൾ നമുക്ക് പാഴ്സൽ നോക്കാം എന്തൊക്കെയാണ്. സോ ഐ എം സോ എക്സൈറ്റഡ്. ഓക്കെ, നിങ്ങൾ കുറേ സാധനങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇതൊക്കെ നാട്ടിലും കിട്ടുന്ന സാധനങ്ങളാണെന്നുണ്ടെങ്കിലും, ബട്ട് ഇറ്റ്സ് ഓക്കെ. നാട്ടിൽ കിട്ടുന്നതാണെങ്കിലും എന്താ, നമുക്കിപ്പോൾ നാട്ടിലല്ലാതെ എവിടെയും കിട്ടുമല്ലോ. ഓൺലൈനിൽ ഓർഡർ ചെയ്താൽ പോരെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്താൽ പോരെ എന്നൊക്കെ, ലൈക്ക് ആമസോണിൽ എവിടെയെങ്കിലും ഓർഡർ ചെയ്താൽ മതിയല്ലോ എന്നൊക്കെ. ബട്ട് ഇറ്റ്സ് ഓക്കെ. നാട്ടിൽ നിന്ന് വരുന്ന സാധനത്തിനും ആ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടല്ലോ. ആദ്യത്തെ ഐറ്റമാണ് നമ്മളുടെ എള്ളുണ്ട. ഇതാണ് എള്ളുണ്ട. എനിക്ക് എള്ളുണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അതാണ് എള്ളുണ്ട. അടുത്തതായി വരുന്നു ചീപ്പ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വെച്ചപ്പോൾ അതിനകത്ത് വരുന്നുണ്ട്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇപ്പോൾ ഇല്ല. അവൾ ഇല്ലാത്തപ്പോൾ അവളെ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് അയച്ചു കൊടുത്ത് വിട്ടതാണ് ചീപ്പ്. സോ നെക്സ്റ്റ് വി ഹാവ് വൺ മോർ എള്ളുണ്ട ഗൈസ്. വി ഹാവ് രസം പൊടി. ഇത് കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, തിരിച്ചിട്ടൊക്കെ നമ്മൾ എടുക്കും. വി ഹാവ് രസം പൊടി. കുറേ രസം ഉണ്ടാക്കി വെക്കാം. ദിസ് ഈസ് ദറ്റ് ചെറിയ കേക്കില്ലേ ആ സാധനം. ഇതിന് എൻ്റെ നാട്ടിൽ വെട്ട് കേക്ക് എന്നും പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിയാം. കമൻറ്റ് ബിലോ നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയുന്നത്. ഞാൻ വേണമെങ്കിൽ പൊട്ടിച്ച് കാണിച്ചു തരാം. പൊട്ടിച്ച് ഞാൻ പിന്നെ കാണിച്ചു തരാം. പിന്നെ ഐ വിൽ ഷോ. അല്ലെങ്കിൽ വേണമെങ്കിൽ തന്നെ കാണിച്ചു തരാം. ഒന്നും കൂടെ മാറ്റി വെക്കേണ്ട ആളാണ്, അത് കൈയോടെ ചെയ്യാം. സോ ദിസ് ഇസ് ദ കേക്ക്. ഇത് ചെറിയ കേക്കാണ്. നമ്മുടെ നാട്ടിൽ ഒരു വലുത് കിട്ടും. ചായയുടെ ഒക്കെ കഴിക്കാൻ എന്നാ ടേസ്റ്റ് അറിയോ. ഇത് നല്ലതായിരുന്നു. ട്രാവൽ ചെയ്ത് തോന്നി തണുപ്പത്ത് വന്നുകൊണ്ടായിരിക്കും. അമ്മ തണുപ്പത്തിരുന്ന് കൊല്ലായിട്ട്, ബട്ട് ഇറ്റ്സ് ജമ്മി. ഐ വിൽ ജസ്റ്റ് ലവ് ഇറ്റ്. ഇത് നല്ല ഏലക്കായ ഫ്ലേവർ ഉണ്ട്. ചെയ്യാൻ എന്തോ ഒരു പാക്കറ്റിലാക്കിയിട്ട് എന്തോ കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഗരം മസാല. ഐ എം ഹ്യൂജ് ഫാൻ ഓഫ് ഗരം മസാലാസ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ എന്തുണ്ടാക്കിയാലും എൻ്റെ എല്ലാ കറികളിലും ഗരം മസാലയുടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. എനിക്ക് കടയിൽ വാങ്ങിക്കുന്ന ഗരം മസാലയെക്കാട്ടിലും ഇഷ്ടം എനിക്ക് വീട്ടിലുണ്ടാക്കുന്ന ഗരം മസാലയാണ്. ഓക്കെ, സോ ഞാനത് വീട്ടിൽ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞാൽ എനിക്ക് ഗരം മസാല വേണം. So I have this garam masala cooked with me, and then we have this Taj Mahal തേയിലപ്പൊടി. One of my favorite തേയിലപ്പൊടി. ഇത് ഞാൻ മറ്റേ പ്രൊമോഷനും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. പ്രൊമോഷൻ ആവാൻ മാത്രമുള്ള ഫോളോവേഴ്സ് ഒന്നും ഇല്ലാന്ന് എനിക്കറിയാം. ബട്ട് സ്റ്റിൽ പ്രൊമോഷൻ എനിക്ക് താജ്മഹൽ അവിടെ നിന്ന് എനിക്ക് ഇവർ അയച്ചു തന്നിട്ട് പറഞ്ഞു ഇത് ഞാൻ ചായ ഉണ്ടാക്കിയിട്ട് കുടിച്ച് നോക്കിയിട്ട് ഒരു സിപ്പ് ഇങ്ങനെ കുടിച്ച് നോക്കിയിട്ട് ഞാൻ അവർക്ക് റിവ്യൂ കൊടുക്കണമെന്നും. അങ്ങനെ ഞാൻ സെൻഡ് ഇറ്റ് ടു മീ. ഓക്കെ, ദിസ് ഇസ് താജ്മഹൽ. ചുമ്മാട്ടോ, ഇത് വീട്ടിൽ നിന്ന് കഴിച്ചിട്ടോ. വീട്ടിലെന്തോ വാങ്ങിച്ചപ്പം കുറച്ച് എക്സ്ട്രാ വന്നപ്പോൾ എനിക്ക് തന്നു കേട്ടോ. അത്ര എൻ്റെ ഫേവറേറ്റ് ചായപ്പൊടിയാണിത്. നേരിട്ട് ചായ പൊടി ചോദിച്ചാലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. ബട്ട് ദിസ് ഇസ് നമ്പർ 1 ചായപ്പൊടി. താജ്മഹൽ ഫ്രീ ആയിട്ട് കുറച്ച് ചായപ്പൊടി ഞാൻ ഈ പ്രൊമോഷൻ ചെയ്ത് അയച്ചു കൊടുക്കുന്നെങ്കിൽ തന്നോളൂ കേട്ടോ. ഐ ലവ് ഹിയർ ടു പ്രൊമോട്ട് യുവർ ചായപ്പൊടി. ഓക്കെ, സോ നെക്സ്റ്റ് വി ഹാവ് ദിസ് വ്യോഷാദി വടക്കം. വ്യോഷാദി വടക്കം.
മലയാളത്തിൽ വ്യോഷാദി വടക്കം, ഹിന്ദിയിൽ എഴുതിയപ്പോൾ അത് വ്യോഷാദി വടക്കം എന്നായി, ഇംഗ്ലീഷിൽ എഴുതിയപ്പോഴും വ്യോഷാദി വടക്കം എന്നായി. ഇത് എന്തും ഇത് മറ്റേ എനിക്ക് ചുമയുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ചുമ ഉണ്ടാവാറുണ്ട്, അപ്പോൾ അതിനുള്ള പൊടിയാണ്. ഓക്കെ, സോ വി വിൽ ഹാവ് ദിസ് പൊടി എവറി ഡേ സോ ദാറ്റ് നമ്മുടെ ഡ്രൈ കഫ് ഒന്ന് മാറി കിട്ടും. നെക്സ്റ്റ് ഗസ് വാട്ട് ഇറ്റ് ഈസ്. ദിസ് ഈസ് ശർക്കര വരട്ടി. ഐ ലവ് ശർക്കര വരട്ടി. ഇത് പിന്നെ കഴിച്ച് കാണിച്ചു തരാം കേട്ടോ. കേക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ലവായിരുന്നു, അതുകൊണ്ട് ഞാൻ കഴിച്ചു. ഓ മൈ ഗാഡ്, ഗസ് വാട്ട്. ഞാനിനിപ്പോൾ എല്ലാ പാക്കറ്റിൻ്റെ പ്രൊമോഷൻ ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് പേര് മാറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം. ദിസ് ഈസ് മുറുക്ക് ഗൈസ്. മുറുക്കിന് ഇവിടെ പറഞ്ഞത് ചക്ലി എന്നാണ്, ചക്ലി. സോ ദിസ് ഇസ് ചക്ലി, നോ ദിസ് ഇസ് മുറുക്ക്. ആഹാ, കറുമുറാന്ന് കഴിക്കുന്ന മുറുക്കാണിത്. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് നല്ല നാടൻ പപ്പടം. ഇവിടെ കിട്ടും പപ്പടം. ഇവിടുത്തെ പപ്പടം എങ്ങനെയാണോ, ഇവിടുത്തെ പപ്പടം കുറേ മസാല കിട്ടുന്ന പപ്പടം. ആ പപ്പടം വെച്ച് നല്ലത്, അത് വെറുതെ കഴിക്കാൻ വേണ്ടിയല്ല. പക്ഷെ നാട്ടിലെ പപ്പടം, ആ നാട്ടിലെ എണ്ണയ്ക്കകത്തിലിട്ട് മുറിച്ചുണ്ടാക്കിയ പപ്പടം, നാട്ടിലെ നല്ല തേങ്ങയുടെ വെളിച്ചെണ്ണയ്ക്കകത്തിലുണ്ടാക്കിയ പപ്പടം ഇഷ്ടം. Number 1 പപ്പടം. I just love പപ്പടം. Next we have some പൊടി. I don't know what പൊടി is this. Oh, I think this is what പൊടി is this? Oh, this is മാവോളി പൊടി. ആണ് എനിക്ക് വീട്ടിൽ പൊടിപ്പിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. എനിക്ക് ഈ മസാല ആണെങ്കിൽ ഗരം മസാല വീട്ടിൽ പൊടിപ്പിക്കുന്നത് ഇഷ്ടം. മല്ലിപ്പൊടി ആണെങ്കിലും വീട്ടിലെ മല്ലിപ്പൊടി gets a different kind of fragrance and taste. Next we have, oh my god, so nice of my parents. We have this ഉണക്ക തേങ്ങ with us. You know why? Because ഇവിടെ I will let you know. അതൊരു വലിയ കഥ തന്നെയാണ് പറയാം. ഉണക്കത്തേങ്ങയുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ വേണ്ടത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, ദിസ് ഇസ് ഉണക്കത്തേങ്ങ, വെരി മച്ച് നീഡഡ്. ഇവിടെ ഇറ്റ്സ് വെരി കോസ്റ്റ്ലി. ആൻഡ് വി ഹാവ് ദിസ് സം സോപ്പ്. ആക്ച്വലി ദിസ് ഇസ് ചാർക്കോൾ സോപ്പ്, വെരി ഗുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പം ഞാൻ ഫേസ് വാഷ് ചെയ്തത് ഈ സോപ്പ് വെച്ചിട്ടാണ്. ആൻഡ് ഇറ്റ് ഗേവ് സോ ഗ്ലോയിങ് ലുക്ക് ടു മൈ സ്കിൻ. സോ ദിസ് ഇസ് ദാറ്റ് സോപ്പ്. ആൻഡ് എടുത്തിട്ടും തീർന്നു പോകുന്നു. ഓ, വി ഹാവ് ദിസ് ഉണക്കമുന്തിരി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഡ്രൈ റെസിൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിത് കഴിക്കും. ഇത് മറ്റേ സീഡുള്ള ഉണക്കമുന്തിരില്ല, അതാണ് എനിക്ക് സീഡുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിക്കാനും രസമാണ്, പക്ഷേ ഭയങ്കര നല്ലതാണ് കഴിക്കണം. ചീനി ഉപ്പേരി എന്ന് വെച്ചാൽ ടപ്പിയോക്ക ചിപ്സ്. നമ്മൾ ചീനിന്ന് ഒറ്റ ചിലർക്ക് കപ്പ എന്ന് പറയും, ചിലർക്ക് ചീനി എന്ന് പറയും. എൻ്റെ വീടിൻ്റെ സൈഡിൽ ചീനി എന്ന് പറയും, കപ്പ എന്ന് പറയും. ബട്ട് ഞങ്ങൾ ഉപ്പേരി എന്ന് പറയുമ്പോൾ ചീനി ഉപ്പേരി എന്നാണ് പറയാറ്. സോ വി ഹാവ് ദിസ് ചീനി ഉപ്പേരി. ചീനി ഉപ്പേരി ഈസ് ഓൾസോ വൺ ഓഫ് മൈ ഫേവറേറ്റ്സ്. ഒരു ചീനി ഉപ്പേരിയും കൂടി പോന്നിട്ടുണ്ട്. നെക്സ്റ്റ് വി ഹാവ് ദിസ് ഇസ് അലുവ. ഒന്ന് ഘീ അലുവ, മറ്റേതും ഘീ അലുവ. വി ഹാവ് 2 packets ഓഫ് ഹലുവ. ഈ അലുവ ആക്ച്വലി ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇത് വെള്ളമായി കേട്ടോ. സീ, ഇതിൻ്റെ ഇവിടെ ഓയിൽ കണ്ട്, ഇവിടുത്തെ സാധനങ്ങളെല്ലാം ഇങ്ങനെ ഓയിലെല്ലാം ഇങ്ങനെ ഫ്രീസ് ആവും ആക്ച്വലി. അതാണ് ഇപ്പം ഈ ഇതിന് തന്നിട്ടുള്ളത്. കണ്ടു കഴിഞ്ഞാൽ പൂത്തത് പോലെ ഉണ്ടല്ലേ, ഫംഗസ് പിടിച്ചതുപോലെ. പക്ഷേ ഇത്ര ഫംഗസ് കേട്ടോ. I will show you another thing. കുപ്പി കാണിക്കാൻ പറ്റില്ല. ആക്ച്വലി സീ ദിസ് ഈസ് ഓൾസോ വെളിച്ചെണ്ണ. യു നോ വാട്ട്, ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് പാഴ്സൽ വന്ന വെളിച്ചെണ്ണയാണ്. ഈ വെളിച്ചെണ്ണ പാഴ്സലല്ല, അവൾ കൊണ്ടുവന്നപ്പോൾ ഇത് ഇവിടെ വന്നത് ലിക്വിഡായിട്ടാണ്. പക്ഷെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ വിൻ്റർ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അത് കയറിയും ഫ്രീസായി. ഇതാണ് ഫ്രീസ്ഡ് വെളിച്ചെണ്ണ. ഇത് ഞങ്ങൾ ഇങ്ങനെ സ്പൂണും കൂടി കുത്തി ഇളക്കിയിട്ടാണ് ഫുഡ് ഉണ്ടാക്കാറ്. ഓക്കെ, സോ ലെറ്റ്സ് കീപ് ഇറ്റ് അസൈഡ്. നെക്സ്റ്റ് വി ഹാവ് pickle. I'm a huge fan of dates pickle. And we have this pickle of double horizontal. We love the dates pickle. It's so yum. കഴിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ട്രൈ ഇറ്റ്. ഇത് ഫുൾ ഇങ്ങനെ 5 പീസസ് ഉണ്ട് കേട്ടോ. ആ പീസസ് എടുത്ത് കഴിക്കാനാണ് മക്കളെ സുഖം. നെക്സ്റ്റ് വി ഹാവ് സാമ്പാർ പൊടി. ഐ ഡോണ്ട് നോ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാറുണ്ടോന്ന്, ബട്ട് സാമ്പാർ പൊടിയാണ് എനിക്കിഷ്ടം. സാമ്പാർ പൊടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെറുതെ കഴിക്കാനല്ല, ഇങ്ങനെ സാമ്പാർ ഉണ്ടാക്കി കഴിക്കാനുള്ള ബെറ്റർ. നെക്സ്റ്റ് വി ഹാവ് കുറേ കവർണത്തിലാക്കി. ഓ മൈ ഗാഡ്. നെക്സ്റ്റ് വി ഹാവ് എ ലോട്ട് ഓഫ് അപ്പപ്പൊടി ആൻഡ് പുട്ടുപൊടി. ദിസ് ഇസ് പാലപ്പം പൊടി. We will make പാലപ്പം today. We have one more packet of പാലപ്പം. And we have this വെള്ള പുട്ടുപൊടി. And again we have one more വെള്ള പുട്ടുപൊടി. മിക്സർ. എന്താ മിക്സർ? ഇത് എരിവുള്ള മിക്സർ. That is called mixture, but നമ്മൾ കേരളത്തിൽ പറയും മിക്സർ. What it is? Mixture. ഇനി we have, oh my god, see, we have one more പാലപ്പം guys. Oh, this is idli dosa batter premix. ഓ, ഇതിൻ്റെ സ്പെഷ്യൽ പേരാട്ടോ, 1 hour ഇഡ്ലി ദോശ ബാറ്റർ പ്രീമിക്സ്. ഇതിന് നമ്മൾ മലയാളത്തിൽ പറയും 1 മണിക്കൂർ ഇഡ്ലിയും ദോശയും മാവ് തയ്യാറാക്കാനുള്ള പൊടിയാണത്. ഓക്കെ, ദിസ് വി ഹാവ് എരിവില്ലാത്ത മിക്സ്ചർ ഗായ്സ്. എരിവില്ലാത്ത മിക്സ്ചർ. പിന്നെ നമ്മൾക്കുള്ളത്, ഓ മൈ ഗോഡ്, പാലപ്പം കഴിച്ച് ഞാൻ മരിച്ചു എന്ന് തോന്നുന്നു. സി, ദിസ് ഇസ് പാലപ്പം. ആൻഡ് വി ഹാവ് one more
1 hour idli dosa batter premix. Yay! ഇത് എൻ്റെ പാഴ്സലിൻ്റെ ഖാലി ആയിരിക്കുന്നു ഗൈസ്. ദിസ് ഇസ് എ ലോട്ട് ഓഫ് സാധനങ്ങൾ. നൗ ഐ എം ഗോണ അറേഞ്ച് ഓൾ ഓഫ് ദീസ് സ്റ്റഫ്സ്. എല്ലാം അറേഞ്ച് ചെയ്ത് നോക്കണം. ഇവിടെ വലിയ സ്പേസ് ഒന്നുമില്ല, ബട്ട് സ്റ്റിൽ വി ഹാവ് ടു അറേഞ്ച് ഓൾ ദി തിങ്സ്. ആൻഡ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് തുടങ്ങാം. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു വിൽ മേക്ക് അപ്പം ആൻഡ് ചിക്കൻ കറി. അപ്പം ശരി, അപ്പം നമുക്ക് നാട്ടാം. ഓ ആ വരട്ടെ.